വെൽക്കം ടു തല്ലുകളി. ഓക്കെ, ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞ ഒരു എന്താണ് ഗെയിം? നമുക്ക് ഒരു ഫ്രൂട്ടിന്റെ 3 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. സീഡ് ഉണ്ട്, അതിന്റെ ഔട്ട് സൈഡ് ഉണ്ടാവും, ഉള്ളു ഭാഗം, പിന്നെ പുറം ഭാഗം. അപ്പൊ ഇതില് 3 ഓരോ സാധനങ്ങൾ ഉണ്ടാവും. ഇതില് സീഡ് ഉണ്ടാവും, ഇതിലിപ്പോ തൊലി ഉണ്ടാവും, ഫ്രൂട്ടിന്റെ അകം ഉണ്ടാവും. ഏതാന്ന് നമുക്കറിയില്ല. ഇതിപ്പോ 3 ലോട്ട് ഇടും. ലോട്ട് ഇട്ടിട്ട് നമുക്ക് ഏതാ കിട്ടണേ അത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സാധനം ഏതാന്ന് വെച്ചാൽ അത് നമ്മള് കഴിക്കണം. കുരു ആയാലും തൊലി ആയാലും ഉൾഭാഗമായാലും അകംഭാഗമായാലും. അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നറുക്കെടുക്കൽ തുടങ്ങാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്നിട്ടാണോ കിട്ടിയേ? ആദ്യം ഓരോരുത്തർ തുറന്ന് പറയൂ. ബ്ലൂ. അപ്പൊ മണിക്കൂറിന് ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് വെക്കാം. ബ്ലൂ എടുക്കൂ. ബ്ലൂ പോയി. ഓക്കെ, എനിക്ക് ഗ്രീൻ. എനിക്ക് മാറ്റേണ്ട വന്നില്ല, ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവന് സ്വാഭാവികമായും എന്തായിരിക്കും? റെഡ് ആയിരിക്കും. അപ്പൊ നിങ്ങക്ക് വേണോ റെഡ്? എനിക്കൊന്നും റെഡ് വേണമെങ്കിൽ എടുത്തോ. പറയല്ലേ, മാറ്റണോ? എനിക്ക് മാറ്റണ്ട. ഓക്കെ, ആദ്യം അഭി തുറക്കട്ടെ. ഓക്കെ, ഓക്കെ, എന്തായിരിക്കും? ഇളകണ്ടോ? തൊല്ലിയാണ് ഗൈസ്. തൊലി, മാങ്ങയുടെ തൊലി കിട്ടി ഗൈസ്. അടുത്ത ആൾക്ക്. ഓക്കെ, ഇനി എന്റെ ഞാൻ തുറക്കാം. എന്നാ നീ തുറന്നു. മാങ്ങാണ്ട് കിട്ടിയിരിക്കാണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്റെ മനസ്സിലായല്ലോ. മാങ്ങ കിട്ടി ഗൈസ്, ഈ സീസണിലെ മാങ്ങ. ഓക്കെ, ആദ്യം മാങ്ങ കഴിക്കണതിന് മുമ്പ് നമ്മൾ മണക്കണം ഗൈസ്. പഴുത്ത മാങ്ങയുടെ മണം. ഇനി ഞാൻ ഒരു കഷ്ണം എടുക്കാണ്. മാങ്ങാന്ന് പറഞ്ഞ അല്പം പുളി ഉണ്ട്, നല്ല ടേസ്റ്റ്. പക്ഷെ ഇതിൽ ഇത്തിരി ഉപ്പും മുളകും ഇട്ട് തൊലി കഴിക്കാനാ പറഞ്ഞേ, ഈമ്പാനല്ല. കയ്പ്പ് കടിച്ചിറക്കൂ. ഇതെങ്ങനെ കടിച്ചിറക്കും? കടിച്ചാക്കാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു സ്വാദിഷ്ടമായ ഇത് കേരള മാങ്ങയല്ല. എന്തായാലും ഈ വെക്കേഷൻ പിള്ളേരൊക്കെ മാങ്ങയും ചക്കയും അടുത്തത് എനിക്കും ഗ്രീൻ സിഗ്നല്. മാങ്ങ എന്ന് പറയുമ്പോ കൊറേ സിനിമ പാട്ടുണ്ട്. നിന്റെ മാങ്ങയിൽ തിന്നിടത്തെ പാട്ടുണ്ട്, പക്ഷെ എല്ലാം പാടി എന്നെ കഴിച്ചു കഴിയില്ല ഗൈസ്. ഓക്കെ, ഇവരൊക്കെ ഭയങ്കര സ്പീഡാണ് ഗൈസ്. മറ്റേ പാട്ടാണ് നീ മറന്നു പോയിരുന്നാൽ പാടുണ്ടാ? നീ പാട്. കഴിക്കട്ടെ. ഇപ്പം പാടവിലെ നിനക്കറിയണ പാട്ടാ, ഇവന് ആകറിയണ പാട്ടാ, പാടും. പാട്ടാ. പോയൊരു നാൾ ഓർത്തുപള്ളിയിലൊത്തിരുന്നേ ഏറിയ നാള് പോയതുമേ അന്ന് നീ കടിച്ചു പാതി തന്നു കുഞ്ഞും കീനായി കണ്ണിമങ്ങ ഒത്തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ ഏറിടുമ്പോ. നല്ല പാട്ടായിരുന്നില്ലേ? നല്ല പാട്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു ദൂഷണമായ കൈകൾ കഴിഞ്ഞ കാലയിൽ തോറ്റു
കഴിഞ്ഞ കളിയിൽ ഞാൻ മാങ്ങ നിന്ന് സുഖിച്ചാലും ഇവൻ തൊലി നിന്നിരുന്നെങ്കിലും മണിക്കൂട്ടൻ കുരു മാങ്ങാണ്ടി കഴിച്ചിട്ട് പാട്ട് പാടിയെങ്കിലും അടുത്ത കളി ആര് കൊണ്ടുപോകും? വെല്ലുവിളിക്കുന്നു. ഞാൻ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ നോക്കാം. ഓക്കെ ഇത്തവണ ആദ്യം അഭി തുറക്കട്ടെ. എന്താ എന്താ ബ്ലൂ ബ്ലൂ. ഓക്കെ ബ്ലൂ പോയി. ഇതങ്ങോട്ട് വെച്ചോളൂ. ബ്ലൂ ബ്ലൂ കിട്ടി. ആ ഓക്കെ റെഡ് വെച്ചു കൊടുത്തു. വീണ്ടും എനിക്ക് ഗ്രീൻ. ഇനി തുറന്നു നോക്കാം. ഓക്കെ ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല. ഞാൻ തുറക്കുമ്പോ റെഡി 1 ഇവിടെ അടുത്ത് അത് നോക്കി. റെഡി 1 2 3 സ്റ്റാർട്ട്. കുരുവാണ് ഗൈസ് കുരു. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ആപ്പിള് ഇട്ടിരിക്കുന്നു ഗൈസ്. ആപ്പിള് അബി ഇപ്പഴും തൊലിയാണ്. തൊലിയാണ് ജീവിതം. തൊലിയാണ് ഏറ്റവും നല്ലത്. കൂടുതൽ തൊലിയിലാണ് മരുന്നടിക്കുന്നത്. ഇസഡ് വരെ ഉണ്ടെന്നാ പറയണേ. ആപ്പിള് തൊലിയിലാണ് മരുന്നടിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സി ഉണ്ട്. ഓക്കെ ഏതൊരു വസ്തുവിന്റെയും അകത്തുള്ള കുരുവിലാണ് വിറ്റാമിൻ ഉള്ളത്. അതും ഏറെ പഴങ്ങളുടെ രാജാവായ ആപ്പിളിന്റെ കുരു എന്ന് പറയുമ്പോ അത്ര അധികം ഗുണമുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കുരു അകത്താക്കാം. എല്ലാം കഴിക്കണോ? തൊലി നീ കുരുവിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാ ആപ്പിൾ കുരു കഴിക്കണ പോലെ ഉണ്ട്. ഓറഞ്ച് കുരു പോലെ എന്നിട്ട് ടേസ്റ്റ് ഉണ്ട്. കാരണേ ഓരോന്ന് ഇതിന് ആപ്പിളിന്റെ പേര് പിങ്ക് ലേഡി ആപ്പിളാ. പിങ്ക് ലേഡി. പിങ്ക് ലേഡിയാ ആപ്പിളിന്റെ പേരാടി. ആണോ? അങ്ങനെ കിട്ടും പേര്. ആപ്പിള് 3-4 തരം പേരുണ്ട്. പിങ്ക് ലേഡി. പിങ്ക് ലേഡി എന്ന് പറയുന്നത് പുറത്തത് വരുന്ന ആപ്പിളാ. പിന്നെ ഇറാൻ ആപ്പിൾ ഉണ്ട്. അത് ഇന്ത്യനാണ്. വില കുറവാ. 200 രൂപയ്ക്ക് ഉണ്ടല്ലോ. പിങ്ക് ലേഡി എന്ന് പറഞ്ഞാൽ 300 മേലെ. പിന്നെ ഗാല ആപ്പിൾ ഉണ്ട്. അതും ടേസ്റ്റില്ല തന്നെയാ. ഇതില്ലേ തൊലി എന്ന് പറയുന്നത് വെള്ളയും ചെറിയൊരു ഗ്രീനാ. ഗാല എന്ന് പറയുന്നത് ഫുൾ ഗ്രീൻ. മറ്റേ ഗ്രീൻ അല്ല റെഡ്. മറ്റേ ഇറാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആപ്പിൾ ആണ്. കഴിഞ്ഞു ഗൈസ്. പക്ഷെ തുടക്കത്തിൽ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ്. അവസാനം ഇപ്പൊ ഒരു ഫ്ലേവർ മിക്സ്. ഓക്കെ ഞങ്ങൾ രണ്ടാളും തീർത്തു. പക്ഷെ ഞാൻ ജയിച്ചു. ഇവന്റെ കയ്യില്ലേ ഇവൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഞാനേ ഓക്കെ കഴിഞ്ഞ കളിയിൽ ഞാൻ കുരുവാണ് കിട്ടിയെങ്കിൽ എന്റെ ആദ്യം കഴിഞ്ഞു. ഓക്കെ സെക്കൻഡ് അബി കഴിഞ്ഞു. ലാസ്റ്റ് ചേട്ടന്റെ കഴിഞ്ഞുള്ളൂ. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് ഇവിടെ ഉണ്ണി സജ്ജാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ് എന്ത് വേണം? നറുക്കെടുക്കണം. നറുക്കെടുക്കോ? ഓക്കെ ഇവന് ഇതുവരെ തൊലിയെ കിട്ടിയുള്ളൂ. അയ്യോ ഞാൻ എടുത്തു. കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഇത് ഞാൻ ആദ്യം തുറക്കാം. ഞാൻ ഇതുവരെ തുറന്നിട്ട് ബ്ലൂ ബ്ലൂ എന്താണാവോ ബ്ലൂ. ഓക്കെ വേണ്ട. ഓക്കെ ഗ്രീൻ റെഡ്. ആദ്യം ഞാൻ തുറക്കാം. യെസ് തൊലി ഗൈസ്. എന്റെ തൊലിയും ഇവന്റെ തൊലിയും കൂടെ ട്രാൻസ്ഫർ ആയിരിക്കുന്നു ഗൈസ്. ഓക്കെ ഞാൻ തുറക്കാം. യെസ് തണ്ണിമത്തൻ കിട്ടി ഗൈസ്. തണ്ണിമത്തൻ. അപ്പോ സ്വാഭാവികമായും ഇവിടെ കുരുവിലേക്ക് മാറിയിരിക്കുന്നു ഗൈസ്. കുരു ഈ സമയത്തെ തണ്ണിമത്തൻ കഴിക്കുന്നതാ. കാരണം ചൂടായ കാരണം വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടിട്ട് തണ്ണിമത്തൻ വെറുതെ ഇരിക്കുമ്പോ എല്ലാരും കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സുകൾ കഴിക്കുക. എല്ലാരും കഴിക്കാടാ. അതുപോലെ ഞാൻ ഒരു 4 കിലോ ഏറ്റവും ലാഭത്തിന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം തണ്ണിമത്തനാണ്. ആപ്പിളൊക്കെ 1 കിലോന്റെ വില കേട്ടാൽ നമുക്ക് 4 കിലോ 5 കിലോ തണ്ണിമത്തൻ വാങ്ങാം. ഏത് കടയില?
ഏത് കടല വഴിയോര കടയിലും ആണല്ലേ? യെസ്. ഇവൻ കുരു തിന്ന തൊലി മാറി കുരു പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കുരു? കുരു എങ്ങനെയുണ്ട്? ഇത് കഴിച്ചിന് വയറ്റില് പോയി ഇങ്ങനെ കുരു വയറ്റില് പോയി മരമായി വരൂ. അറിയില്ല, ചിലപ്പോ മരം വളർന്നു പിന്നെ നമുക്ക് തണ്ണിമത്തന് പുറത്തേ പോണ്ടല്ലോ. ഇവൻ പശുവായിരുന്നു കഴിഞ്ഞ ജന്മത്തിന്. എന്റെ കഴിഞ്ഞില്ല, ഞങ്ങള് തമ്മില് അടിച്ചു ഇവിടെ കടിച്ചു ഗൈസ്. കഴിഞ്ഞെടുക്ക അടുത്ത ആൾക്കാരുടെ പോയി എടുക്കാം. നീ തൊലി എടുത്തോ. എല്ലാം കഴിക്കാം. തൊലിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ വികാരില്ല മാത്രം. ഇപ്പൊ പ്ലേ ചെയ്യാൻ പറ്റിയ പാട്ട് ഏതാ? കണ്ണീ. അപ്പൊ നമ്മള് ഇവിടെ കുരു തിന്ന് ഇവൻ ഇതിൽ ഫസ്റ്റ് ആയിരിക്കാണ്. അപ്പൊ തൊലിയായി കുരുവായി. ഇനി അടുത്തത് എന്ത് വേണം ഇവന് കഴിക്കാനുള്ളതെങ്കിലും. പക്ഷെ എനിക്ക് എന്തോ കിട്ടി, എനിക്ക് തണ്ണിമത്തന്റെ കഴിക്കണ സാധനം കിട്ടി. പിന്നെ എന്താ കിട്ടിയ? ആപ്പിളിന്റെ ഇവനാണ് കിട്ടിയത്. ആപ്പിളിന്റെ കുരു എനിക്ക് കിട്ടി. പിന്നെ ഒരെണ്ണം കൂടി കഴിച്ചല്ലോ നമ്മൾ എന്താ കഴിച്ചേ? മാങ്ങ. ഓക്കെ, മാങ്ങയും കൂടി കഴിക്കാതുണ്ടായി. പിന്നെ അഭിച്ചേട്ടൻ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു? ആദ്യം തന്നെ മാങ്ങാണ്ടി കഴിക്കാതെ ഭാഗ്യണ്ടായി. രണ്ടാമത് തണ്ണിമത്തന്റെ തൊലി കഴിക്കാനുള്ള ഭാഗ്യണ്ടായി. മൂന്നാമതായിരുന്നു നടുക്ക് എന്തോ കിട്ടിയല്ലോ, ആപ്പിള്. മെയിൻ സാധനമുള്ള ആപ്പിള് കിട്ടാണ്. ഞങ്ങൾ രണ്ടാളത് കാരണം കഴിക്കാനുള്ള സാധനം കഴിച്ചിട്ടുണ്ട്. ഇവന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനെങ്കിലും ഭാഗ്യമുണ്ടോ നോക്കാം. ലാസ്റ്റ് നറുക്കെടുക്കാണ് നമ്മുടെ. ഓക്കെ, വിശ്വാസത്തോടെ ഇവിടെയാണ്. വിശ്വാസം ഞങ്ങളെ വിശ്വാസമില്ലാണ്ട്. ഓക്കെ, നീ തുറക്കാൻ എനിക്ക്. ഓക്കെ, ബ്ലൂ. ഞങ്ങൾ രണ്ടുപേരും 1 രൂപ വേണ്ടെന്ന് പറഞ്ഞാൽ അത് തരും. അങ്ങനെ വർക്കാം. ഇപ്പൊ പറയണം. ഇപ്പൊ പറയാം. 1 രൂപ വേണ്ടേ? 1 വേണ്ടേ? 1 രൂപ എനിക്ക്. ഓക്കെ, ഇവിടെ എന്താ മാറി നോക്കാട്ടോ. എന്താ ഇവിടെ ബ്ലൂ. ഓക്കെ, ബ്ലൂ എടുത്തു. അടുത്തത് എന്റെ മാറ്റണ്ട, എനിക്ക് തന്നെ. ഞാൻ തുറക്കട്ടെ. ഗ്രീൻ. എനിക്ക് ഗ്രീൻ. ഓക്കെ, അടുത്തത് അബിയുടെ സ്വാപ്പ് ചെയ്ത അബിയുടെ എന്താ കിട്ടിയ നോക്കാം. റെഡ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ എന്തൊട്ടൊക്കെയാ തുറന്നോക്കാം. ആദ്യം ഇവന്റെ ഞാൻ സ്വാപ്പ് ചെയ്തവന്റെ തുറന്നോക്കാം. എന്തൊട്ടത്? കുരു കിട്ടി ഗൈസ്. തൊലി കിട്ടി ഗൈസ്. എന്നാലും ഇവന് ഇതിലും സ്വാപ്പ് ചെയ്തിട്ട് എന്താ കിട്ടിയുള്ളൂ? കുരു കിട്ടിയുള്ളൂ. ഓക്കെ, ഇനി എന്റെ നോക്കാം. എനിക്ക് നാരങ്ങ കിട്ടി ഗൈസ്. കറക്റ്റ്. സാധാരണ നമ്മൾ നാരങ്ങ കഴിക്കുമ്പോ എന്താ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ പിച്ച് ചീന്തിയൊക്കെ വേണം കഴിക്കാൻ. ഇത് സിമ്പിൾ. കുരുവില്ല, തൊലിയില്ല. എന്തായാലും കൊറോണ നിനക്ക് കിട്ടണു. ഇതിൽ എത്ര ഉണ്ട് നോക്കോ. നോക്ക്, വീട് 2 4 6. 2 മാറ്റി നോക്കി. 2 നീ എഴുതടാ ബേ. എന്നാലും പറയട്ടെ, ആ ഗെയിം വേറെ മാറി. കുരു വേണ്ട, കുരുങ്ങൊന്നും വേണ്ട. കുരു കഴിക്കണ്ട, അത് ടേസ്റ്റ് ഇവിടെ. ഈ 2 ആരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ അപ്പൊ വായലിടുക. ആരാണ് ഫസ്റ്റ് കഴിയണേ അവർ ഈ ഗെയിം ഇപ്പൊ ഈ നടക്കണ ഗെയിമിൽ ചോദിക്കും. അത് കഴിക്കല. റെഡി? 1 2 3 സ്റ്റാർട്ട്. അല്ലെങ്കിൽ അവന് വിഷമാവും. എത്ര വട്ടാപ്പാവും. എല്ലാ കളിയും കുലിയും തൊലിയും പാവും. കുരുന്നില്ല നമുക്ക്. പക്ഷെ എനിക്കാണ് ഈ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയത്. എനിക്കൊക്കെ കഴിക്കാനാണ് കിട്ടിയത് ഗൈസ്.
പക്ഷെ എന്നാലും ഫസ്റ്റ് എനിക്ക് കുരിയായിരുന്നു ഗൈസ്. ടേസ്റ്റ് നോക്കാം നമുക്ക് കുരുവിന്റെ. കുരുവിന്റെ ഓക്കെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ. എനിക്ക് ഭാഗ്യമുണ്ട്. എന്നാലും ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ കഴിച്ചോക്കെ. എങ്ങനെയുണ്ട് കുരു? അയ്യോ അത് പോയി, കുരു നിലത്ത് പോയി. നിർബന്ധമില്ല. പക്ഷെ ഇവനാണ് കുരു കഴിക്കണത്, ഇവിടെ തൊലി കഴിക്കണത്. ഓക്കെ, എങ്ങനെയുണ്ട് കുരുവിന്റെ ടേസ്റ്റ്? നല്ല കയ്പാണ്. അല്ല ഇവ ഇപ്പൊ കുരു കഴിച്ചു. എങ്ങനെയുണ്ട്? നിനക്ക് എന്താ കുരു? കനക്കിന്. ഞാൻ ഒരു കുരു എടുത്തിട്ട് നോക്കട്ടെ. കനപ്പ് കനപ്പ് നല്ല കനപ്പ്. കൈപ്പഞ്ഞാട്ടോ, തുപ്പി കളയണം. ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് ഓറഞ്ച് കഴിച്ചാൽ മതിയായിരുന്നു. ഇനി തൊലി നോക്കി നോക്കാട്ടോ. തൊലി വേണ്ട, കണ്ണു വേണ്ട, എനിക്ക് തൊലി വേണം. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഒരു കഷ്ണം ഒരുമാതിരി തരിക്കണ ഫീല്. സ്പ്രൈറ്റ് കുടിക്കണ പോലെ. സ്പ്രൈറ്റ് ഇല്ലാത്തവര് ഇത് കഴിച്ചാ മതി, തരിക്കും നാവ്. പക്ഷെ ടേസ്റ്റ് പുളിഞ്ഞേ കയ്പും. ചെറുനാരങ്ങയുടെ തൊലി ഇതിട്ടും ടേസ്റ്റാ. കഴിക്കാനൊക്കെ പറ്റും, കഴിക്കാൻ പറ്റില്ല. ഒരു തരിപ്പ്. എല്ലാം കഴിഞ്ഞിട്ട് ചലഞ്ച് കഴിഞ്ഞിട്ട് കഴിച്ചോണ്ടിരിക്കുന്നു കഴിച്ചു. അപ്പൊ നമുക്ക് കുരു കഴിഞ്ഞില്ല, ഞാൻ മാത്രം ഓറഞ്ച് കഴിച്ച. എന്റെ പ്ലേറ്റ് മാത്രം കാലി. ഇവിടെ തൊലി ബാക്കിയുണ്ട്. കുരു 1 2 3 4 5 കുരു ബാക്കിയുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഈ ഗെയിമിലെ വിന്നർ ആരാ? നടുക്കഞ്ഞിരിക്കണ്ട. എന്റെ കിരീടം എവിടെ? എന്റെ കിരീടം ചെങ്കോല എവിടെ? യെസ്, ചെങ്കോല എടുക്കും. ഇത് തലയിൽ വെച്ചോളൂ, കുഴപ്പമില്ല. യെസ് യെസ്, എന്റെ കിരീടും എന്റെ ചെങ്കോലും. ഓക്കെ, ഇതില് ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, ജയിച്ചിന് അമ്മേ ഈ തൊപ്പി മരിക്കണേ. പറഞ്ഞോ. ഓക്കെ ഓക്കെ, ഇതിലെന്തായാലും ജയിച്ചിരിക്കുക. കാരണം എനിക്കൊരു എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ നാവിൽ കഴിക്കണം. ഏത് നേരത്തെ അവയ്ക്ക് കുരു തിന്നാൻ തോന്നിയത്? മര്യാദക്ക് ഓറഞ്ച് തിന്ന് ഇരുന്നാ മതിയായിരുന്നു. കുരിയാണ് ഇതിന്റെ കയ്പ്. ലാസ്റ്റ് ഓറഞ്ച് തിന്നാ മതിയായിരുന്നു. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുരി കഴിച്ചു നോക്കിയതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ വരയ്ക്കും. ബൈ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.